അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. വെൽക്കം ബാക്ക് ടു എജു ഹാക്കർ യൂട്യൂബ് ചാനൽ. എല്ലാവരും നമ്മളോട് ഒരുപാട് തവണ ചോദിച്ച റിക്വസ്റ്റ് ചെയ്ത ഒരു വിഷയമാണ് തുറഖുത്ത് തദ്രീസ്, ടീച്ചിങ് മെത്തഡോളജി ഓഫ് അറബിക് എന്നുള്ള വിഷയം. വേറൊന്നും കൊണ്ടല്ല, ടീച്ചിങ് മെത്തഡോളജിയുടെ ക്ലാസ്സുകൾ പൊതുവെ യൂട്യൂബിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ കുറവാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ അനാലിസിസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നോട്ടുകൾ കുറവാണ്. അതിൻ്റെ കൂടെ കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത വിഷയമാണ് ഇത്. വേറൊരു കാരണം, ഒട്ടനവധി ചോദ്യങ്ങൾ ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന ചോദ്യപേപ്പറുകളിൽ നമ്മെ ഏറ്റവും കൂടുതൽ കുടുക്കുന്ന ചോദ്യങ്ങളും ടീച്ചിങ് മെത്തഡോളജിയിൽ നിന്നുള്ള ചോദ്യമാണ്. മെറ്റീരിയൽസും കുറവാണ്. നമ്മളുടെ മുമ്പിലൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് തുറഖുത്ത് തദ്രീസ് എന്നുള്ളത്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് അദബ് കംപ്ലീറ്റ് ചെയ്ത് ഇൻഡോ അറബും ചെയ്ത് പതുക്കെ തുറഖുത്ത് തദ്രീസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കുറേ ആളുകൾ മെസ്സേജായിട്ടും കമൻ്റായിട്ടും തുറഖുത്ത് തദ്രീസ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ ധൃതി പിടിച്ചാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. കാരണം മറ്റന്നാൾ നിങ്ങൾക്ക് എക്സാമുണ്ട്, ഏപ്രിൽ 17 LP എക്സാം. അപ്പോൾ അതിന് മുമ്പായിട്ട് തരുമോ എന്ന് കുറേ ആളുകൾ ചോദിച്ചത് കൊണ്ട് ധൃതി പിടിച്ചാണ് ഈ ക്ലാസ് ഞാൻ എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മുമ്പിൽ PYQ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സിലബസ് അനാലിസിസ് അങ്ങനെ ടൈം എടുത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെയാണ് ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. അതിൻ്റേതായ കുഴപ്പങ്ങൾ ഉണ്ടാകും, ന്യൂനതകൾ ഉണ്ടാകും. എന്നാലും നിങ്ങൾ ഇത് പെട്ടെന്ന് തരുമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് തുറഖുത്ത് തദ്രീസ് എടുത്തു തുടങ്ങാം എന്ന് വിചാരിച്ചത്. ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ സാധാരണ ചെയ്യുന്ന PYQ പ്ലസ് സിലബസ് പ്ലസ് നോട്ട് എന്നുള്ള മെത്തേഡിലുള്ള തുറഖുത്ത് തദ്രീസ് തന്നെ നൽകാം. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് തുറഖുത്ത് തദ്രീസിൻ്റെ ക്ലാസ് വേണ്ടത്? ഇതേപോലെ മതിയോ? ഇത് മനസ്സിലായോ? ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾ പറയണം, കമൻറ്റിൽ പറയണം. അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ്, വാട്സപ്പ് കോൺടാക്റ്റ് ഉള്ളവർ അങ്ങനെ അറിയിക്കണം. കാരണം തുറഖുത്ത് തദ്രീസ് ഒരു കടിച്ചാൽ പൊട്ടാത്ത വിഷയമാണ്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്നെ അറിയിക്കുക. തുറഖുത്ത് തദ്രീസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ തദ്രീസുൽ അൽ അറബിയ, അറബി ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ മെത്തേഡുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പെഡഗോജി എന്നും പറയാറുണ്ട്. ഇംഗ്ലീഷിൽ പെഡഗോജി എന്നും ടീച്ചിങ് മെത്തഡോളജി എന്നും ഒക്കെയാണ് നമ്മൾ വിളിക്കാറുള്ളത് ഈ ഒരു വിഷയത്തെ. ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കേട്ടറ്റിൻ്റെ കുട്ടികൾക്കാണ്. കേട്ടറ്റിൽ 30 ചോദ്യങ്ങൾ അറബിയിൽ ഇത് ചോദിക്കാറുണ്ട്. ഇനി ടീച്ചിങ് മെത്തഡോളജി പഠിക്കാൻ ഏറ്റവും നല്ല സോഴ്സുകൾ എന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയൊരു പുസ്തകമുണ്ടായിരുന്നു, തുറഖുത്ത് തദ്രീസ് അൽ അസ്വരി, അങ്ങനൊരു പുസ്തകം. ലത്തീഫ് സാർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. നല്ല രൂപത്തിൽ അതിൽ തുറഖുത്ത് തദ്രീസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ പുസ്തകം വാങ്ങിച്ച് പഠിക്കാം. ജദാറയിലെ ഒരു ചെറിയ ഭാഗത്ത് തുറഖുത്ത് തദ്രീസ് പറയുന്നുണ്ട്. അതേപോലെ DLEDൻ്റെ കുട്ടികളുണ്ട്, അവരുടെ നോട്ടുകൾ PDF ആയിക്കൊണ്ട് അവരുടെ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിളാണ്. അത് നോക്കിയാലും ടീച്ചിങ് മെത്തഡോളജി നമുക്ക് പഠിക്കാൻ കഴിയും. ടീച്ചിങ് മെത്തഡോളജി ഓഫ് അറബിക് എന്നുള്ള ഈ ഒരു വിഷയത്തിൽ ഒരുപാട് വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഞാനൊന്ന് ചുരുക്കി പറയാം. അഹമ്മു തുറഖുത്ത് തദ്രീസ്, ടീച്ചിങ്ങിൻ്റെ കുറേ മെത്തേഡുകളുണ്ട്. ത്വരീഖത്തുൽ ഇസ്തിഖറായിയ, ത്വരീഖത്തു തർജമ, അങ്ങനെ കുറേ മെത്തേഡുകൾ. അൽ അറബിയ വഹസായിസുഹ, അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് അത് ഇക്തിസാബ് ചെയ്യേണ്ട, അറബി ഭാഷ അല്ലെങ്കിൽ ഭാഷ നേടിയെടുക്കേണ്ട കുറച്ച് പ്രത്യേകതകൾ, ഭാഷയുടെ വലായിഫുകൾ, ഭാഷയുടെ പ്രത്യേകതകൾ, അതൊക്കെ നമുക്ക് പഠിക്കണം. വേറെ ഒന്ന് അൽ മഹാറാത്തുൽ ലുഗ, ഭാഷ പഠിക്കേണ്ടതിൻ്റെ 4 സ്റ്റെപ്പുകളുണ്ട്, 4 സ്കില്ലുകളുണ്ട്. അത് ഓർഡറിൽ പഠിക്കണം. അൽ വസായിലു തഅലീമിയ, ടീച്ചിങ് എയ്ഡ്സുകൾ, ക്ലാസ് റൂമിലേക്ക് അധ്യാപകൻ കൊണ്ടുവരുന്ന ടൂൾസുകളാണ് ടീച്ചിങ് എയ്ഡ്സുകൾ. അത്തഖ്വീം, ഇവാലുവേഷൻ, ടെസ്റ്റും പരീക്ഷയും ഒക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അന്നദറിയാത്ത് വൽ ഖവായിദ്. കുറച്ച് തിയറികളുണ്ട്, ലേണിംഗ് തിയറീസ്. വേറെ ഒന്നാണ് അത്തഹ്ലീലു പെഡഗോജി, പെഡഗോജിക് അനാലിസിസ്. അവിടെയാണ് പ്ലാനിങ്, തഖ്തീത്ത്, ബ്ലൂ പ്രിൻ്റ്, ഇതൊക്കെ അവിടെയാണ് വരുന്നത്. ഇത്രയും ടോപ്പിക്കുകളാണ് തുറഖുത്ത് തദ്രീസിൽ ഒരാൾ കവർ ചെയ്യേണ്ടത്. ഇത് മുഴുവനൊന്നും ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇന്ന് രാവിലെ വരെ നമ്മൾ അബ്ബാസിയ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അബ്ബാസിയയിലാണ് ഇന്ന് രാവിലെ വരെ എത്തിയത്.
അപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് എടുത്ത് തുടങ്ങുന്നത്. ശരിക്കും തുറക്കു തദ്രീസ് തുടങ്ങേണ്ടത് ലുഗത്ത് എന്താണ്, ലുഗത്തിൻ്റെ പ്രത്യേകത, അതേപോലെ മഹാറാത്തുൽ ലുഗ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ അതൊക്കെ പല ആളുകൾക്കും അറിയുന്ന ടോപ്പിക്കാണ്, എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഇതിലേറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ തുടങ്ങുന്നത്. അതുതന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷനോ പ്ലാനിങ്ങോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തുടങ്ങുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതായാലും അറിയിക്കുക. PYQ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് വെച്ച് എൻ്റെ ക്ലാസ്സുകൾ ഇന്ന് ഞാൻ തരുന്ന ക്ലാസ് PYQൻ്റെ ബേസിലല്ല എന്ന് അർത്ഥമില്ല. പിന്നെ PYQകളൊക്കെ അടങ്ങിയ നോട്ടുകൾ തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ക്ലാസ്സിൻ്റെ ഇടയിൽ ഞാൻ ഏതൊക്കെ വർഷം ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളത് ഓരോന്ന് പഠിപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോൾ ഞാൻ ഏത് ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. അന്നദറിയാത്ത് എന്നുള്ള ടോപ്പിക്ക്, ലേണിംഗ് തിയറികൾ. ഒരുപാട് തിയറികൾ, പിന്നെ ലേണിങ്ങിൻ്റെ തിയറികൾ ഒരുപാട് തിയറികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 തിയറികളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അന്നദറിയ, അസ്സുലൂക്കിയ, അതിൻ്റെ ഇംഗ്ലീഷും കൂടെ പഠിക്കണം കേട്ടോ. ഇതിലെ തുറക്കു തദ്രീസിലെ ഈ പുസ്തകത്തിലെ അല്ലെങ്കിൽ ഈ ഒരു സെഷനിലെ പിന്നെ എല്ലാ ടേംസിൻ്റെയും ഇംഗ്ലീഷും ഇമ്പോർട്ടൻ്റ് ആണ്, ഇംഗ്ലീഷും കൂടെ പഠിക്കണം. അന്നദറിയാത്തു തഅലീം, ലേണിംഗ് തിയറികളിൽ 3 തിയറികളാണ് പ്രധാനപ്പെട്ട തിയറികളുള്ളത്. അന്നദറിയ അസ്സുലൂക്കിയ, ബിഹേവിയറിസം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. അന്നദറിയ അൽ ബന്നാഇയ, കൺസ്ട്രക്റ്റിവിസം. അന്നദറിയ അൽ മഅറഫിയ എന്ന് പറഞ്ഞാൽ കൊഗ്നിറ്റീവ് തിയറിയാണ്. ഇതിന് പുറമെ വേറെ തിയറികളുണ്ട്. പിന്നെ ഖവായിദുൽ ലുഗയുണ്ട്, ഭാഷയുമായി ബന്ധപ്പെട്ടൊരു തിയറി. ലാഡ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് അവിടെയാണ്, നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ടൊരു തിയറി. അത് ഞാനിവിടെ പഠിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഭാഷയുടെ ഒരു ക്ലാസ്സിലാണ് അത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെയും തിയറികളുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയുണ്ട്. അതും ഞാനിവിടെ പിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, വേറെ ഭാഗത്താണ് അത് സ്യൂട്ടാവുക. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ 3 തിയറികളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് എനിക്ക് പറയാനുള്ളത്, ടീച്ചിങ് മെത്തഡോളജിയുടെ ചോദ്യപേപ്പറിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും നമുക്ക് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനോ ഇങ്ങനെ വരുള്ളൂ, ഈ വേർഡ് തന്നെ വരുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. അത് 5-6 കൊല്ലത്തെ ചോദ്യപേപ്പർ നോക്കിയത് കൊണ്ട് പറയുകയാണ്. നമ്മൾ എന്താണ് കണ്ടൻറ്റ്, എന്താണ് ആശയം, സുലൂക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതൊന്ന് മനസ്സിലാക്കിയെടുക്കണം. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഉത്തരം കിട്ടും. അല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, പകുതി മുക്കാൽ ചോദ്യങ്ങളും ഡയറക്റ്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നോക്കാം നമുക്ക്. അന്നദറിയ അസ്സുലൂക്കിയ, ബിഹേവിയറിസം എന്ന ഈ തിയറി എന്താണത്? മുഅസ്സിസ്, അതിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ അതിൻ്റെ തുടക്കക്കാരൻ, അത് മുന്നോട്ട് വെച്ച മുഅസ്സിസ് ജോൺ വാട്സൺ. അദ്ദേഹം അമേരിക്കനായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണലിസ്റ്റാണ്. 1912 നദരിയ സുലൂക്കിയ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. മുഅസ്സിസായിട്ട് അദ്ദേഹത്തെയാണ് പരിഗണിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു റായിദായിട്ട് നമ്മൾ കാണാറുള്ളത് പിന്നെ ഇവാൻ പാവ്ലോ. ഇതിൻ്റെ ഇംഗ്ലീഷ് പേരും അറബി പേരും. ഇവാൻ പാവ്ലോ എന്നുള്ളത് അറബിയിൽ ഇഫാൻ പാവ്ലോവ് എന്നാണ് വായിക്കുക. അത് എഴുതുന്ന അങ്ങനെയാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എഴുതിയതാണ് ഞാൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ഇംഗ്ലീഷ് പേരുകളും വേറെ രൂപത്തിലാണല്ലോ, ചെറിയ മാറ്റങ്ങളോടുകൂടിയാണല്ലോ അറബിയിൽ കാണാറുള്ളത്. ഇവാൻ പാവ്ലോ അറബിയിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇവാൻ പാവ്ലോ എന്ന് തന്നെയാണ് അത് വായിക്കേണ്ടത്. അദ്ദേഹം റഷ്യക്കാരനായ ഒരു എഡ്യൂക്കേഷണലിസ്റ്റാണ്. ഇനി എന്താണ് നദരിയ സുലൂക്കിയ എന്ന് പറഞ്ഞാൽ, ഈ തിയറിയിൽ എന്താണ് പറയുന്നത്? ഇത് കുറച്ച് പഴക്കം ചെന്ന തിയറിയാണ്, ആദ്യകാലത്ത് വന്ന തിയറിയാണ്. ഇന്ന് ഒട്ടുമിക്ക സ്കൂളുകളിലും ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല. ചില ആളുകൾ ഫോളോ ചെയ്യുന്നവരുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, അധ്യാപകൻ കണ്ടൻറ്റുകളൊക്കെ കുട്ടിയുടെ തലയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കുട്ടിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അധ്യാപകൻ ഇങ്ങനെ കുട്ടിയുടെ തലയിലേക്ക് ഇൽമുകൾ ഇട്ട് കൊടുക്കുന്നു. കുട്ടികളത് പഠിക്കുന്നു, ചിന്തിക്കുന്നില്ല. കുട്ടികൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. നേരെ മറിച്ച് കുട്ടികളിത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വായിക്കുക, ഒരുപാട് റിപ്പീറ്റ് ചെയ്യുക, കാണാതെ പഠിക്കുക. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കുക, കണ്ടീഷനിങ് ചെയ്തെടുക്കുക എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഇങ്ങനെ പഠിപ്പിക്കുന്ന രീതിയാണ് അന്നദരിയ സുലൂക്കിയ.
ബിഹേവിയറിസം എന്നുള്ളത്. പിന്നെ പാവിലോ പറയുന്നൊരു ഡയലോഗുണ്ട്, എൻ്റെ കയ്യിലേക്ക് ഏതൊരു മനുഷ്യനെ ഇട്ട് തന്നാലും അയാളുടെ സ്വഭാവം, ബിഹേവിയർ ഞാൻ മാറ്റിത്തരാം, പ്രാക്ടീസിലൂടെ, തദ്രീബിലൂടെ, കണ്ടീഷനിങ് ചെയ്തെടുത്തു തരാം എന്ന് പാവിലോ പറയുന്നൊരു ഡയലോഗുണ്ട്. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്ത് പിന്നെ എന്ത് ചെയ്യുന്നു, ഒരാളുടെ സ്വഭാവം മാറ്റിയെടുക്കുന്നു. ഒരു ഇൽമു ഒരു കുട്ടിക്ക് നൽകുന്നത് അവൻ്റെ ചിന്തയിലേക്ക് ഇട്ട് കൊടുക്കുകയല്ല, നേരെ മറിച്ച് ഈ സംഗതി വീണ്ടും വീണ്ടും വായിച്ചെടുത്തെടുത്ത് റിപ്പീറ്റീഷനിലൂടെ അവൻ്റെ തലയിലത് ബൈഹേർട്ടായിട്ട് പഠിപ്പിക്കുന്നു. ഇത്രയാണ് നദരിയ സുലൂക്കിയൻ്റെ ആളുകൾ പിന്നെ എന്ത് ചെയ്തിട്ടുള്ളത്. നോക്കാം നമുക്ക്. മുത്തറക്കിസുൻ അലൽ മുഅല്ലിം വൽ മുഹ്തവിയാത്ത്. നദരിയ സുലൂക്കിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്നത് അധ്യാപകനിലാണ്. അധ്യാപകനാണ് പ്രാധാന്യം കൂടുതൽ, വിദ്യാർത്ഥിക്കല്ല. വൽ മുഹ്തവിയാത്ത്, കണ്ടൻറ്റുകൾക്കാണ് പ്രാധാന്യം. ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കണ്ടൻറ്റിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏതിലൂടെയാണ് ഇത് പഠിപ്പിക്കുന്നത് എന്നും ഏതിലൂടെ അല്ല എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചോദ്യം വരുമ്പോൾ നദരിയ സുലൂക്കിയയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത തസ്രീഹാത്തുകൾ, സെൻറ്റൻസുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ചിലപ്പോൾ മുത്തറക്കിസുൻ അലിൽ മുഅല്ലിം അല്ലെങ്കിൽ മുത്തറക്കിസുൻ അലിൽ അൻഷിത്വ, വർക്കുകളിലൂടെയാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ വർക്കുകളിലൂടെ അല്ല പഠിപ്പിക്കുന്നത്, ഇത് കണ്ടൻറ്റുകൾ ഇട്ട് കൊടുക്കുകയാണ്. മുഅല്ലിമിനാണ് ഇവിടെ പ്രാധാന്യം. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കേന്ദ്രീകരിക്കുന്നത് എന്നും എന്തൊക്കെയാണ് ഇവിടെ കേന്ദ്രീകരിക്കാത്തത് എന്നും രണ്ടും നമ്മൾ ഈ ഭാഗത്ത് പഠിക്കണം. മുത്തറക്കിസുൻ അലൽ മുഅല്ലിം, അധ്യാപകനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. വൽ മുഹ്തവിയാത്ത്, കണ്ടൻറ്റുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. നിലാമുൻ ബങ്കിയുൻ, ഒരു ബാങ്കിങ് സിസ്റ്റമാണ് സുലൂക്കിയ എന്നാണ് പറയാറുള്ളത്. എന്താണത്? നമ്മൾ ബാങ്കിലേക്ക് പോകുമ്പോൾ, ഒരാൾ ബാങ്കിലേക്ക് പോകുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യും. ആവശ്യമുള്ള സമയത്ത് ആ പൈസ ATM വലിച്ചെടുക്കുകയും ചെയ്യും. ഇതാണ് സുലൂക്കിയയിൽ നടക്കുന്നത് എന്ന് പിന്നെ എഡ്യൂക്കേഷണലിസ്റ്റുകൾ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ തലയിലേക്ക് അറിവിട്ട് കൊടുക്കുകയാണ്, അത് അവിടെ കയറ്റി വെക്കുകയാണ്. എന്നിട്ട് പരീക്ഷയിലൂടെ ആ അറിവ് തിരിച്ച് ചോദിക്കുകയാണ്. അതല്ലാതെ അവിടെ ഒരു ചിന്തയ്ക്ക് പ്രാധാന്യമില്ല. അപ്പോൾ ഒരു ബാങ്കിങ് സിസ്റ്റമാണ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ യുദർറിസു ബിവാസിത്വത്തി അൽ ഹിഫ്ൽ വത്തഖറാർ വത്തദ്രീബ്, ഈ വാക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇവിടെ പഠിപ്പിക്കുന്നത് മനപ്പാഠത്തിലൂടെയാണ്, കാണാതെ പഠിക്കുകയാണ്. വത്തഖറാർ, റിപ്പീറ്റീഷനിലൂടെയാണ് പഠിപ്പിക്കുന്നത്. വത്തദ്രീബ്, പ്രാക്ടീസിലൂടെയാണ്. ഒരു കാര്യം വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് അയാളുടെ തലയിൽ കയറും, അത് അയാൾ ശീലമാക്കും. കണ്ടീഷനിങ് ചെയ്തെടുക്കുകയാണ് എന്ന് പറയാം, കണ്ടീഷനിങ്. ഓക്കെ. മിൻ അഖ്ദമി ത്വരീഖ, ഇത് വളരെ പഴക്കം ചെന്ന ഒരു മെത്തേഡാണ്. വലൈസ ഫീഹ തഫാഉൽ മഅൽ ബിഅ, ഇവിടെ ചുറ്റുപാടുമായിട്ടുള്ള ഒരു ഇടപെടൽ, ചുറ്റുപാടിലേക്ക് കുട്ടി ഇറങ്ങിച്ചെന്ന് സാമൂഹികമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് അവൻ്റെ ചുറ്റുപാട് കണ്ടുകൊണ്ടുള്ള ഒരു പഠനമൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇത് നടക്കുന്ന ഒരു പഠനത്തിൻ്റെ ഒരു തിയറി ഉണ്ട്, അത് അടുത്തതായിട്ട് നമ്മൾ പഠിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, സുലൂക്കിയ പഠിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല ഇത് രണ്ടും പഠിക്കണം. ചുറ്റുപാടിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു പഠന രീതി ഇവിടെയില്ല. ഇനി നമുക്ക് നോക്കാം. യുഅ്തബിറു അഖ്ലുൽ മുതഅല്ലിം, വിദ്യാർത്ഥിയുടെ ബുദ്ധിയെ ഇവിടെ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? സഫഹത്തുൻ ഖാലിയത്തുൻ, ഒരു കാലി പേപ്പറായിട്ടാണ് വിദ്യാർത്ഥിയുടെ ബുദ്ധി പരിഗണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയുടെ ബുദ്ധിക്കോ ചിന്തക്കോ യാതൊരുവിധ പ്രാധാന്യവും ഈ ഒരു മെത്തേഡിൽ നൽകുന്നില്ല. ഇനി നോക്കാം അടുത്ത കുറച്ച് പോയിന്റുകൾ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാകും, എന്നാലും നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കുക. ലൈസ ഫിഹ ദൗറുൻ ലിത്തുല്ലാബ്, വിദ്യാർത്ഥികൾക്ക് അവിടെ വലിയ പങ്കൊന്നുമില്ല സുലൂക്കിയയിൽ. അവർ കേൾക്കുന്നു, അത് പഠിക്കുന്നു എന്നത് മാത്രം. വലാലി മഅരിഫ അസ്സാബിക്ക, വിദ്യാർത്ഥികളുടെ അടുത്തുള്ള മഅരിഫ അസ്സാബിക്ക, മുൻപേയുള്ള അറിവുകൾ, അതിനും യാതൊരുവിധ പ്രാധാന്യവുമില്ല. ഈ മുമ്പുള്ള അറിവിന് പ്രാധാന്യമുള്ള ഒരു തിയറി ഇനി വരാനുണ്ട്. അതേപോലെ വിദ്യാർത്ഥികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തിയറി ഇനി വരാനുണ്ട്. അതുകൊണ്ട് അവിടെ ഉള്ളത് ഇവിടെയുള്ളതും ഇവിടെ ഇല്ലാത്തതും അവിടെ ഇല്ലാത്തതും ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ലൈസ ഫീഹ ദൗറുൻ ലിത്തുല്ലാബ്, വിദ്യാർത്ഥികൾക്ക് പ്രാധാന്യമില്ല, അതേപോലെ മുൻപേയുള്ള അറിവുകൾക്കും പ്രാധാന്യമില്ല. വലാലി അൻഷിത്വ അദ്ദിറാസിയ, ഈ പഠനത്തിൻ്റെ ഇടയിലുള്ള കുറേ പ്രവർത്തനങ്ങളുണ്ട്. പ്രൊജക്റ്റ് ചെയ്യുക, സെമിനാർ ചെയ്യുക, അസൈൻമെൻറ്റ് ചെയ്യുക, ഡിസ്കഷൻ നടത്തുക,
അതിനൊന്നും യാതൊരുവിധ അനിശ്ചിതകൾ, പിന്നെ പാഠ്യ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനൊന്നും ആക്ടിവിറ്റീസ്, അതിനൊന്നും യാതൊരുവിധ പ്രാധാന്യവും സുലൂക്കിയയിലില്ല. ലൈസ ഫീഹാ ഫുർസത്തുൽ ഫിർഖ വൽ മുനാഖശ. ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുന്ന കുട്ടികൾ തമ്മിൽ ഗ്രൂപ്പായിരിക്കുക, അതേപോലെ ഡിസ്കഷൻ, കുട്ടികൾ തമ്മിൽ ഡിസ്കഷൻ നടത്തുക, ഇതിനൊന്നും യാതൊരുവിധ സാധ്യതയും സുലൂക്കിയ എന്ന തിയറിയിലില്ല. ഹാദിഹി നദരിയ ഹിയ മുതഅല്ലിഖത്തുൻ ഹൗലൽ ഇഖ്തിബാറാത്ത് അല്ലത്തി ഖാമ ബിൽ ഹയവാനാത്ത്. ഈ ഒരു തിയറി തെളിയിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ടെസ്റ്റുകൾ, ആ ടെസ്റ്റുകളൊക്കെ ഹയവാനാത്തുകളിലാണ് നടത്തിയിട്ടുള്ളത്, മൃഗങ്ങളിലാണ് ഇതിലെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുള്ളത്. മനുഷ്യരിൽ നടത്തിയ ടെസ്റ്റുകൾ മുഖേനയല്ല ഈ തിയറിയെ വികസിപ്പിച്ചെടുത്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാവ്ലോ നടത്തിയിട്ടുള്ള കണ്ടീഷനിങ് തിയറിയുമായി ബന്ധപ്പെട്ട് പാവ്ലോ നടത്തിയിട്ടുള്ള പിന്നെ എക്സ്പെരിമെൻറ്റുകളുണ്ട്. അത് ഡോഗിലാണ് നടത്തിയത്, പട്ടിയിലാണ് നടത്തിയിട്ടുള്ളത്. ഞാൻ ആ ഒരു എക്സ്പെരിമെൻറ്റ് വിശദീകരിച്ച് പറയുന്നില്ല. പട്ടിയും ബെല്ലും സലൈവയുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ഒരു എക്സ്പെരിമെൻ്റാണ്. അതിന് സമയമില്ല, വിശദീകരിച്ച് പറയാൻ സമയമില്ല. പക്ഷേ പിന്നെ അതിൽ നിന്ന് ചോദ്യങ്ങളില്ല. ഇനിവ നിങ്ങൾ ഓർത്തു വെക്കുക, പട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയത് പാവ്ലോ ആണ് എന്നുള്ളൊരു പോയിൻ്റ് നിങ്ങൾ ഓർത്തു വെക്കുക. അന്നദരിയാത്തു തർബവിയ അൽ ഹദീസ യുആരിദു ബിഹാദിഹി നദരിയ. ഇന്ന് കാലത്ത് വന്നിട്ടുള്ള പുതിയ ടീച്ചിങ്ങിൻ്റെ പിന്നെ തിയറികൾ, ആ തിയറികളൊക്കെയും സുലൂക്കിയ എന്ന ഈ തിയറിയെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഒട്ടുമിക്ക സ്കൂളുകളിലും സുലൂക്കിയ ഫോളോ ചെയ്യുന്നില്ല. ഇനി സുലൂക്കിയയുമായി ബന്ധപ്പെട്ട നദരിയാത്തും അവരുടെ മറ്റു ചില വീക്ഷണങ്ങളുണ്ട്, ചില ടെസ്റ്റുകൾ, ചില അഭിപ്രായങ്ങൾ, ചില തിയറികൾ. അതായത് സുലൂക്കിയ എന്ന തിയറിയുടെ അണ്ടറിൽ വരുന്ന വേറെ കുറച്ച് തിയറികളാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഇത് പറയുന്ന സമയത്ത് സുലൂക്കിയയുടെ മറ്റു അസ്ഹാബുകൾ ആരൊക്കെയാണ്, മറ്റു ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് കൂടെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. പിന്നെ ജോൺ വാട്സൺ ആണ് ഒരാളെ ഞാൻ പറഞ്ഞത്, മറ്റുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും. അതിലൊന്നാമത് പറയുന്ന തിയറി അത്തക്കീഫുൽ ക്ലാസിക്കി എന്നുള്ളതാണ്. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന തിയറി. ഈ ഒരു വാക്ക്, അതിന് അൽ ഇഷറാത്തുൽ ക്ലാസിക്കി എന്നും പറയാറുണ്ട്. എന്നാൽ ആ ഒരു വാക്ക് പരീക്ഷ പേപ്പറിൽ തീരെ കണ്ടിട്ടില്ല. ഈ ഒരു ചോദ്യം ഇക്കഴിഞ്ഞ HS 2024 ചോദിച്ച ചോദ്യമാണ്. അത്തക്കീഫുൽ ക്ലാസിക്കി, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരുമായി ബന്ധപ്പെട്ട തിയറിയാണ്? അത് ഇവാൻ പാവ്ലോവുമായി ബന്ധപ്പെട്ട തിയറിയാണ്. അദ്ദേഹമാണ് ഈ തിയറി മുന്നോട്ട് വെച്ചത്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. അതിന് അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റ് അത് ഒരു ഡോഗിൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻ്റാണ്. അതേപോലെ അൽ ഇഷറാത്തുൽ ഇജ്റാഇ വേറൊരു എക്സ്പെരിമെൻ്റാണ്, ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന ഒരു പിന്നെ തിയറി എക്സ്പെരിമെൻറ്റ്. അത് നടത്തിയിട്ടുള്ളത് BF സ്കിന്നറാണ് ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചത്. എക്സ്പെരിമെൻറ്റുകൾ നടത്തിയതിന് ശേഷം മുന്നോട്ട് വെച്ച തിയറിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അൽ ഇഷ്റാത്തുൽ ഇജ്റാഇ മുന്നോട്ട് വെച്ചത് BF സ്കിന്നറാണ്. BF സ്കിന്നർ തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് അദ്ദേഹം റീഇൻഫോഴ്സ്മെൻറ്റ് എന്നൊരു കാര്യം മുന്നോട്ട് വെച്ചത്. റീഇൻഫോഴ്സ്മെൻറ്റ് അത്തഅസീസ് വൽ ഇഖാബ്. അതായത് കുട്ടികളെ പോസിറ്റീവായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മാനങ്ങളൊക്കെ നൽകാം നമുക്ക്. അതേപോലെ തന്നെ കുട്ടിക്ക് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മിസ്റ്റേക്കുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവനെ അടിക്കാം, പണിഷ്മെൻറ്റ് കൊടുക്കാം. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റുമുണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റുമുണ്ട്. അതും മുന്നോട്ട് വെച്ചത് BF സ്കിന്നറാണ്. ഇനി പിന്നെ എഡ്വാർഡ് തൊണ്ടൈക്ക് മുന്നോട്ട് വെച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അത്തഅലീം ബിൽ മുഹാവല വൽ ഖത, ട്രയൽ ആൻഡ് എറർ തിയറി. അതായത് കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കുക, തെറ്റിക്കഴിഞ്ഞാൽ അത് എററാണ് എന്ന് മനസ്സിലാക്കുക. ട്രയൽ ആൻഡ് എറർ തിയറി എക്സ്പെരിമെൻറ്റിലൂടെ അങ്ങനെ ഒരു തിയറി മുന്നോട്ട് വെച്ചത് എഡ്വാർഡ് തൊണ്ടൈക്കാണ്. ആ ഒരു തിയറി മുന്നോട്ട് വെച്ചത്. വേറെ ഒരു തിയറിയാണ് അൽ മസീർ വൽ ഇസ്തിജാബ. തിയറി അല്ല, സുലൂക്കിയയുടെ ഭാഗമായിട്ടുള്ള പിന്നെ സബ്ബായിട്ടുള്ള പോയിന്റുകളാണ് ഇതൊക്കെ. അൽ മസീർ വൽ ഇസ്തിജാബ, സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. കാര്യങ്ങൾ പഠിക്കുന്നത് സ്റ്റിമുലസിലൂടെയും റെസ്പോൺസിലൂടെയാണ് എന്നാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതും എഡ്വാർഡ് തൊണ്ടൈക്ക് തന്നെയാണ് അതും മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഓക്കെ, സുലൂക്കിയയുടെ ഭാഗമായിട്ടുള്ള മറ്റ് തിയറികളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോയാണ്, ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങും റീഇൻഫോഴ്സ്മെൻറ്റും BF സ്കിന്നറാണ്, ട്രയൽ ആൻഡ് എറർ തിയറിയും സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസും ഇത് മുന്നോട്ട് വെച്ചത് എഡ്വാർഡ് തൊണ്ടൈക്കാണ്.
അപ്പോൾ സുലൂക്കിയയുടെ 4 ആളുകളെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന് അതിൻ്റെ മുഅസ്സിസ് ആയിട്ടുള്ള ജോൺ വാട്സൺ ആണ്, 2 പാവ്ലോ, 3 സ്കിന്നർ, 4 തൊണ്ടൈക്ക്. ഇത്രയും ആളുകളാണ് സുലൂക്കിയയുടെ ആളുകൾ. അപ്പോൾ ഞാൻ സുലൂക്കിയ പതുക്കെ അവസാനിപ്പിക്കുകയാണ്. സുലൂക്കിയയിൽ നിന്നും ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത് അന്നദരിയ അൽ ബന്നാഇയ എന്ന് പറയുന്ന കൺസ്ട്രക്റ്റീവിസം എന്നൊരു മെത്തേഡിലേക്കാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് സുലൂക്കിയയുടെ നേരെ ഓപ്പോസിറ്റാണ് അന്നദരിയ അൽ ബന്നാഇയ, കൺസ്ട്രക്റ്റീവിസം എന്ന ഈ തിയറി. അപ്പോൾ സുലൂക്കിയയുടെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ഓർമ്മ വേണം. രണ്ടിനെയും കമ്പയർ ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഇവിടെ പഠിക്കാൻ. നോക്കാം നമുക്ക് അന്നദരിയ അൽ ബന്നാഇയ, കൺസ്ട്രക്റ്റീവിസം എന്ന തിയറി കാര്യമായിട്ട് അതിന് കൺസ്ട്രക്റ്റീവിസം എന്ന് പറയാറുണ്ടെങ്കിലും അതിൽ കാര്യപ്പെട്ട ഒരു തിയറി എന്നുള്ളത് സോഷ്യൽ കൺസ്ട്രക്റ്റീവിസമാണ്. അന്നദരിയ അൽ ബന്നാഇയ അൽ ഇജ്തിമാഇയ, അന്നദരിയ അൽ ബന്നാഇയ അൽ ഇജ്തിമാഇയ, സോഷ്യൽ കൺസ്ട്രക്റ്റീവിസമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അന്നദരിയ ബന്നാഇയ കൺസ്ട്രക്റ്റീവിസമാണ്, അതിൻ്റെ തന്നെ ഒരു പാർട്ട് തന്നെയാണ് സോഷ്യൽ കൺസ്ട്രക്റ്റീവിസം എന്നുള്ളത്. നോക്കാം നമുക്ക്. മുഅസ്സിസ് ആയിട്ടുള്ളത് സോഷ്യൽ കൺസ്ട്രക്റ്റീവിസത്തിൻ്റെ നദരിയ ബന്നാഇയയുടെ മുഅസ്സിസ്, സ്ഥാപകൻ, അത് വൈഗോട്സ്കി പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതിൻ്റെ മറ്റ് ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. ബ്രൂണർ, ജോൺ പിയാഷെ, ജോൺ ഡെവി, നോം ചോംസ്കി, ഈ ആളുകളാണ് അതിൻ്റെ മറ്റുള്ള അസ്ഹാബുകൾ. ഇനി നമ്മൾ നേരത്തെ നമ്മളൊരു സുലൂക്കിയ എന്ന തിയറിയെ പറ്റി പറഞ്ഞു. അതിന് നേരെ ഓപ്പോസിറ്റാണ് ബന്നാഇയ. ഇവിടെ അറിവുകൾ കുട്ടിയുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുകയല്ല, നേരെ മറിച്ച് ഇവിടെ കുട്ടികളാണ് അറിവ് നിർമ്മിക്കുന്നത്. വിദ്യാർത്ഥികൾ അധ്യാപകൻ്റെ സഹായത്തോടുകൂടി, അധ്യാപകൻ്റെ നിരീക്ഷണത്തിൽ, അധ്യാപകൻ്റെ സഹായത്തോടുകൂടി വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നിച്ച് അറിവിനെ നിർമ്മിക്കുകയാണ്. ബന്നാഇയ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്, അറിവിനെ നിർമ്മിക്കുകയാണ്. എങ്ങനെ? പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ, അതേപോലെ വിദ്യാർത്ഥിയുടെ അടുത്തുള്ള മുൻപുള്ള അറിവ് അൽ മാരിഫ അസ്സാബിക, അതിലൂടെ, അതേപോലെ തന്നെ വിദ്യാർത്ഥി തൻ്റെ ചുറ്റുമുള്ള ചുറ്റുപാടിൽ നിന്നും അറിവുകൾ നിർമ്മിക്കുന്നു, തൻ്റെ സമൂഹത്തിൽ നിന്ന് അറിവുകൾ നിർമ്മിക്കുന്നു. അങ്ങനെ അധ്യാപകനും വിദ്യാർത്ഥിയും ഒന്നിച്ച് ഇവിടെ അധ്യാപകൻ്റെ സഹായത്തോടു കൂടി വിദ്യാർത്ഥികൾ അറിവിനെ നിർമ്മിക്കുന്ന ഒരു തിയറിയാണ് അന്നദരിയ അൽ ബന്നാഇയ. ഇതാണ് ഇന്ന് ഒട്ടുമിക്ക സ്കൂളുകളിലുമൊക്കെ ഫോളോ ചെയ്യുന്നത്. നോക്കാം നമുക്ക്. അൽ മുഅല്ലിം ഹുന അൽ മുർഷിദ്, അധ്യാപകൻ ഇവിടെ എന്താണ്? ഒരു മെൻറ്ററാണ്, ഒരു മുർഷിദ്, ഒരു ഗൈഡാണ്, മെൻറ്ററാണ്, സ്കഫോൾഡറാണ്. വിദ്യാർത്ഥിയെ താങ്ങി നിർത്തുന്ന ഒരു താങ്ങാണ്, സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അധ്യാപകൻ. മുത്തറക്കിസുൻ അല തുല്ലാബ് ലൈസ അലൽ മുഅല്ലിം, ഈ ഒരു തിയറി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കാണ് പ്രാധാന്യം കൂടുതൽ, അധ്യാപകർക്കല്ല. യുറക്കിസു അലൽ അൻഷിത അദ്ദിറാസിയ, ഇവിടെ ലേണിംഗ് ആക്ടിവിറ്റീസുകൾക്ക് പ്രാധാന്യമുണ്ട്. കുറേ പ്രവർത്തനങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. ഫിഹ ദൗറുൻ ലിമാരിഫ സാബിഖ, ഇവിടെ വിദ്യാർത്ഥിക്ക് മുൻപുള്ള അറിവുണ്ടല്ലോ, വിദ്യാർത്ഥിയുടെ അടുക്കൽ മുൻപുള്ള കുറച്ച് അറിവുകളുണ്ടാവും, ആ അറിവിന് ഇവിടെ പ്രാധാന്യമുണ്ട്. ഫിഹ അത്തഫാഉൽ ബൈനൽ മുജ്തമഇ വൽ ബിഅ, സമൂഹത്തിലും അതേപോലെ തന്നെ വിദ്യാർത്ഥിയുടെ ചുറ്റുപാടിനോടുമൊക്കെയുള്ള ഇടപെടൽ, നന്നായിട്ടുള്ള ഒരു തഫാഉൽ ഇൻട്രാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ആ ഇൻട്രാക്ഷനിൽ നിന്നും കുട്ടി നേരിട്ട് അറിവുകൾ അവിടെ നിന്നും കരസ്ഥമാക്കുന്നുണ്ട്. അധ്യാപകൻ്റെ അടുത്ത് നിന്ന് മാത്രമല്ല, വിദ്യാർത്ഥികൾ ഇവിടെ അറിവുകൾ നിർമ്മിക്കുന്നതും ഉണ്ടാക്കുന്നതും നേടിയെടുക്കുന്നതും അവൻ്റെ ചുറ്റുപാടിൽ നിന്നും അറിവുകൾ നേടിയെടുക്കുന്നുണ്ട്. ദൗറുൻ ഖാസുൻ ലി അഖ്ലിൽ മുതഅല്ലിം, വിദ്യാർത്ഥിയുടെ ബുദ്ധിക്ക് ഇവിടെ പ്രത്യേകം പങ്കുണ്ട്, പ്രാധാന്യമുണ്ട്. മറ്റേ നേരത്തെ പറഞ്ഞ സുലൂക്കിയയിൽ എങ്ങനെയായിരുന്നു? അവിടെ ബുദ്ധിക്ക് പ്രാധാന്യമില്ല, എന്താണോ അധ്യാപകൻ ഇട്ട് തരുന്നത് അത് അങ്ങനെ തന്നെ സ്വീകരിക്കണം. ഇവിടെ അധ്യാപകൻ്റെ അടുത്ത് നിന്നും വിദ്യാർത്ഥിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, അവൻ്റെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നുണ്ട്, നേരത്തെ അവനറിയുന്ന അറിവുകളുണ്ട്. അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അവൻ അത് നേടിയെടുക്കുന്നത്. അത്തുല്ലാബ് യബ്നൂന അൽ ഇൽമ ഹസ്ബൽ ഇർഷാദാത്തിൽ മുഅല്ലിം, അധ്യാപകൻ്റെ നിർദ്ദേശങ്ങളോടുകൂടി സഹായങ്ങളോടുകൂടി വിദ്യാർത്ഥികൾ അറിവുകൾ നിർമ്മിക്കുന്നു. ഹുവ യുബ്നി അൽ ഇൽമ മിനൽ മുജ്തമഇ ബിത്തആമുലി വത്തജാറുബിഹി, ഇവിടെ വിദ്യാർത്ഥികൾ അറിവിനെ നിർമ്മിക്കുന്നു ചുറ്റുപാടിൽ നിന്നും സമൂഹത്തിൽ നിന്നും. സമൂഹത്തിലേക്കുള്ള തആമുൽ ഇടപെടലുകൾ കൊണ്ടും തജാറുബ്
അവൻ്റെ സ്വന്തം എക്സ്പീരിയൻസ്, അവൻ മുമ്പുള്ള സമൂഹത്തിൽ ഇടപെട്ടുള്ള അവൻ്റെ പരിചയം, അവൻ്റെ എക്സ്പീരിയൻസ്, അതിൽ നിന്നൊക്കെ വിദ്യാർത്ഥി അറിവുകൾ നിർമ്മിക്കുന്നു. ഇനി നദരിയ ബന്നായയിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന ഈ തിയറിയിൽ വൈഗോട്സ്കി മുന്നോട്ട് വെച്ചിട്ടുള്ള 3 ടേമുകളുണ്ട്. 3 ടേമുകൾ. അത് ഒന്ന് CAL, കറൻറ്റ് എബിലിറ്റി ലെവൽ എന്ന ഒരു ടേമാണ്. അൽ മുസ്തവ അൽ മിഖ്ദറത്തുൽ ഹാലിയ. വേറെ ഒരു ടേം അൽ മുസ്തവ അൽ മിഖ്ദറത്തുൽ കാമിന, പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലാണ്. മൂന്നാമത്തെ ഒരു ടേം അൽ മിൻതുഖ അത്ത് തതവ്വുറുൽ ഖരീബ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ZPD എന്നൊരു ടേമാണ്. ഒരു 3 ടേമുകൾ വൈഗോട്സ്കി മുന്നോട്ട് വെക്കുന്നു. എന്താണ് ഈ 3 ടേമുകൾ? ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ അടുത്ത് നേരത്തെയുള്ള അറിവുകൾ, ആ വിദ്യാർത്ഥിയുടെ ഇപ്പോഴുള്ള അവസ്ഥ, ആ അവസ്ഥയ്ക്കാണ് കറൻറ്റ് എബിലിറ്റി ലെവൽ എന്ന് പറയുക. അധ്യാപകൻ വിദ്യാർത്ഥിയുടെ അടുത്ത് എത്തുമ്പോൾ, അല്ലെങ്കിൽ അധ്യാപകൻ സ്കൂളിലെത്തുന്നു, വിദ്യാർത്ഥിയും സ്കൂളിലെത്തുന്നു, ആ സമയത്ത് വിദ്യാർത്ഥിക്ക് നേരത്തെ ഉള്ള അറിവുണ്ട്, അവൻ്റെ നേരത്തെ ഉള്ള അവസ്ഥ, അതിനാണ് കറൻറ്റ് എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. ഇനി അവന് എത്തിച്ചേരേണ്ട ഒരു അവസ്ഥയുണ്ട്, അവിടേക്കാണ് അവനെ എത്തിച്ചേർക്കേണ്ടത്, അവനെ എത്തിക്കേണ്ടത്. അതാണ് മുസ്തവ അൽ മിഖ്ദറത്തുൽ കാമിന, പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. അതായത് അവൻ്റെ അടുത്ത് ഇപ്പോൾ ആ ഒരു അറിവില്ല, അവന് എത്തിച്ചേരേണ്ട ഒരു അവസ്ഥ, അതാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. ഇനി ഈ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിൻ്റെയും ഈ PAL, പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ, കറൻറ്റ് എബിലിറ്റി ലെവൽ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ലെവലാണ്, ഒരു അവസ്ഥയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അതായത് കുട്ടിക്ക് ഇനി അധ്യാപകൻ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവർ കുട്ടിക്ക് കൊടുക്കേണ്ടത്, മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി കുട്ടിക്ക് കൊടുക്കേണ്ട അറിവുകളാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന അവസ്ഥയിലുള്ളത്. ആ അറിവുകൾ കിട്ടുന്നതോടുകൂടി, ആ അറിവുകൾ കുട്ടി നിർമ്മിക്കുന്നതോടുകൂടി അവൻ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് എത്തുന്നു. ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കുട്ടി സ്കൂളിലേക്ക് എത്തുമ്പോൾ അവൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള അറിവുകൾ, അവൻ്റെ നേരത്തെ ഉള്ള അവസ്ഥ, അതാണ് കറൻറ്റ് എബിലിറ്റി ലെവൽ. ഇനി അവൻ എത്തിച്ചേരേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ, സിലബസ് മുഖേന, പിന്നെ കരിക്കുലം മുഖേന അവൻ എത്തിച്ചേരേണ്ട നേടിയെടുക്കേണ്ട ഒരു അവസ്ഥ, അതാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. എന്നാൽ അവന് നേരത്തെ ഉള്ള അവസ്ഥയുടെയും അതേപോലെ എത്തിച്ചേരേണ്ട അവസ്ഥയുടെയും ഇടയിലുള്ള ആ ഒരു അവസ്ഥയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, അൽ മിൻതഖത്തു അത്ത് തതവ്വുറുൽ ഖരീബ. അതാണ് അധ്യാപകൻ അവന് നൽകേണ്ടത്. അത് കിട്ടുന്നതോടുകൂടി അവൻ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് എത്തിച്ചേരുന്നു. ഇനി എന്താണ് ZPD എന്ന് നോക്കാം. അൽ മിൻതഖ അത്ത് തതവ്വുറുൽ ഖരീബ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തഖൗ ബൈന ഹാദൈനി അൽ മുസ്തവൈനി, 2 എബിലിറ്റി ലെവലുണ്ടല്ലോ, കറൻറ്റ് എബിലിറ്റി ലെവലും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരവസ്ഥയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അതാണ് അധ്യാപകൻ അവന് നൽകേണ്ടത്. നോക്കൂ നിങ്ങൾ, യഹ്താജു അൽ മുസാഅദാത്തുൽ ആഖരീൻ, മറ്റുള്ളവരുടെ സഹായം ഇവിടെ കുട്ടിക്ക് ആവശ്യമാണ്. അവൻ്റെ നേരത്തെയുള്ള അവസ്ഥയിൽ നിന്ന് അവൻ എത്തേണ്ട അവസ്ഥയിലേക്ക് അവനെ എത്തിക്കാൻ ഇവിടെ മറ്റുള്ളവരുടെ സഹായം അവന് ആവശ്യമാണ്. ലാ യുംകിനു അൽ വുസൂൽ ഇലൈഹ ഇല്ലാ ബി മുസാഅദാത്തിൽ ആഖരീൻ. ZPD അവന് കിട്ടണമെന്നുണ്ടെങ്കിൽ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അവന് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണം. ഖദ്ദമഹ വൈഗോട്സ്കി. ഈ ഒരു ടേം ZPD എന്ന ടേം മുന്നോട്ട് വെച്ചത് വൈഗോട്സ്കിയാണ്. അതായത് കറൻറ്റ് എബിലിറ്റി ലെവൽ, പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ഈ ടേമുകളൊക്കെ മുന്നോട്ട് വെച്ചത് വൈഗോട്സ്കിയാണ്. ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. സുലൂക്കിയെയും ബന്നായെയും, ബിഹേവിയറിസവും കൺസ്ട്രക്റ്റീവിസവും, ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പെട്ടെന്ന് നടത്താം, ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മുതറക്കിസുൻ ഹൗലൽ മുഅല്ലിം, ഒന്ന് അധ്യാപകനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, മറ്റത് ഹൗലൽ മുതഅല്ലിം, വിദ്യാർത്ഥിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സുലൂക്കിയ മുഹ്തവിയാത്ത്, കണ്ടൻറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കണ്ടൻറ്റ് തലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ മുതറക്കിസുൻ ഹൗലൽ അൻഷിത്വ, ആക്ടിവിറ്റികളിലാണ് ബന്നായിയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അൽ മുതഅല്ലിം ഖാലിയത്തുൽ മഅരിഫ, ഇവിടെ വിദ്യാർത്ഥിയുടെ അടുക്കലുള്ള അറിവിന് ഒരു പ്രാധാന്യവുമില്ല. വിദ്യാർത്ഥി അറിവില്ലാത്ത ഒരാളാണ്, അയാൾക്ക് അധ്യാപകൻ അറിവിട്ട് കൊടുക്കുകയാണ്. എന്നാൽ ബന്നായിയിലേക്ക് വരുമ്പോൾ യഹ്തമു അല മഅരിഫ അസ്സാബിഖ ഇൻദഹു,
വിദ്യാർത്ഥിയുടെ അടുക്കലുള്ള മുൻപേയുള്ള അറിവുണ്ടല്ലോ, കറൻറ്റ് എബിലിറ്റി ലെവൽ, മുൻപ് അവൻ്റെ അടുത്തുള്ള ആ അറിവ്, അതിന് പ്രാധാന്യമുണ്ട്. അതിനോട് തട്ടിച്ചുകൊണ്ടാണ് പുതിയ അറിവ് അവന് ഇട്ട് കൊടുക്കുന്നത്. അവൻ പുതിയ അറിവ് നിർമ്മിക്കുന്നത് അവൻ്റെ പഴയ അറിവിൽ നിന്നാണ്. ആ ഒരു ടച്ച്, മാരിഫ സാബിക്കയുമായിട്ടുള്ള ടച്ച് അവന് വേണം. ഒറ്റ അടിക്ക് സ്കൂളിൽ വന്ന് പുതിയൊരു കാര്യം നേടിയെടുക്കാൻ കഴിയില്ല. അവൻ്റെ അടുത്ത് നേരത്തെ ഉള്ള അറിവിനോട് തട്ടിച്ചു നോക്കിയിട്ടാണ് പുതിയ പുതിയ കാര്യങ്ങൾ അവൻ ആർജിച്ചെടുക്കുന്നത്. ഇസ്തിഖ്ബാലുൽ മാരിഫ, ഇവിടെ അറിവുകൾ ഇങ്ങനെ തലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, അറിവുകൾ ഇങ്ങനെ സ്വീകരിക്കുകയാണ് പിന്നെ വിദ്യാർത്ഥി ചെയ്യുന്നത്. എന്നാൽ ബന്നാഇയിൽ ചെയ്യുന്നതോ മുനാഖശ ഹൗലൽ മാരിഫ വ ബിനാഇഹി, അറിവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഏർപ്പെടുന്നു. ചർച്ചയാണ് നടക്കുന്നത്. അറിവ് നേടുക എന്നത് മാത്രമല്ല, അറിവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അധ്യാപകരും വിദ്യാർത്ഥികളും നടത്തുന്നു. വ ബിനാഇഹി, അറിവിനെ നിർമ്മിക്കുകയാണ്. എല്ലാവരും ചേർന്നുകൊണ്ട് അറിവിനെ നിർമ്മിക്കുന്നു. മറ്റൊടുത്തോ സുലൂക്കിയയിൽ അറിവ് തലയിലേക്ക് ഇങ്ങനെ നേടിയെടുക്കുന്നു. തക്റാർ വൽ ഹിഫ്ള്, സുലൂക്കിയയിലുള്ളത് റിപ്പീറ്റീഷനും ബൈഹട്ടുമാണ്. എന്നാൽ നദരിയ ബന്നായിയിലുള്ളതോ തഫ്കീർ, ചിന്തക്ക് പ്രാധാന്യമുണ്ട്. വൽ ഫഹ്മ്, മനസ്സിലാക്കിയെടുക്കുകയാണ്. ഇനി ഒരു ചിത്രീകരണം കാണിച്ചു കൊടുത്തത് മുഅല്ലിമിൽ നിന്നും, അധ്യാപകനിൽ നിന്നും എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾ നേടിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് സുലൂക്കിയയിൽ നടക്കുന്നത്. എന്നാൽ ബന്നായിലാവട്ടെ മുഅല്ലിമിൽ നിന്ന് അധ്യാപകരിൽ നിന്ന് വിദ്യാർത്ഥിയും, വിദ്യാർത്ഥിയിൽ നിന്ന് അധ്യാപകരും നേടിയെടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അറിവിൻ്റെ കൈമാറ്റം ചെയ്യപ്പെടലും ചർച്ചകളും നിർമ്മിക്കലുമാണ് നദരിയ ബന്നായിയയിൽ നടക്കുന്നത്. ഇനി നമുക്ക് നദരിയ ബന്നായിയയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ, വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ്സുകൾ നോക്കാം. അത്തഅലീം ഫിൽ ബന്നായിയ അനുസരിച്ച് പഠിപ്പിക്കുമ്പോൾ ഫോളോ ചെയ്യുന്ന വ്യത്യസ്തമായ ടീച്ചിങ്ങിൻ്റെ കുറച്ച് ഏരിയകളാണ്, ടീച്ചിങ്ങിൻ്റെ കുറച്ച് മെത്തേഡുകളാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ ഡീപ്പായിട്ട് കുറച്ച് നെക്സ്റ്റുള്ള ക്ലാസ്സുകളിൽ വരും കേട്ടോ. അത്തഅലും ബിൽ ഇക്തിശാഫ്, ഡിസ്കവറി ലേണിംഗ് എന്നത്, അതായത് കുട്ടി ഒറ്റക്ക് തന്നെ കണ്ടെത്തി പഠിക്കുന്ന, അന്വേഷിച്ച് പഠിക്കുന്ന ഒരു രീതിയാണ് അത്തഅല്ലും ബിൽ ഇക്തിശാഫ്. അത് ബ്രൂണറാണ് മുന്നോട്ട് വെച്ചത്. അത്തഅല്ലുമുൽ ലഫ്ളി ദു മഅന, മീനിങ് ഫുൾ വെർബൽ തിയറി എന്നൊരു തിയറി ഉണ്ട്. ഒസുബലാണ് അത് മുന്നോട്ട് വെക്കുന്നത്. അതും ബന്നായിയുടെ അണ്ടറിൽ വരുന്ന ഒരു തിയറി തന്നെയാണ്. അൽ ആസ്ഫു ദിഹിനി, ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡ്, അലക്സ് ഒസ്ബേൺ ആണ് അത് മുന്നോട്ട് വെക്കുന്നത്. അത്തഅല്ലുമുൽ തആവുനി, കോപ്പറേറ്റീവ് ലേണിംഗ്. അത്തഅല്ലുമു തശാറുക്കി, കൊലാബറേറ്റീവ് ലേണിംഗ്. ഇതൊക്കെ വിദ്യാർത്ഥികൾ പരസ്പരം ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് ചെയ്യുന്ന മെത്തേഡുകളാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് പറയണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബന്നായിയുടെ അണ്ടറിൽ വരുന്ന വ്യത്യസ്തമായ മെത്തേഡുകളാണ്. നമ്മളിതൊക്കെ ഓർത്തു വെക്കുക. ഇനി നിങ്ങൾ ഒരിക്കലും ഇതൊക്കെ കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. ഇത് ഫുള്ള് കാണാൻ പഠിച്ചാലും ഇതേപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുകയില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കിയ മുഴുവൻ കാര്യങ്ങളും നിങ്ങളെ തലയിലുണ്ടാവണം. അത് അനലൈസ് ചെയ്യണം. എന്നിട്ട് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ചോദ്യപേപ്പറിൽ ചോദിക്കുന്നത് പല രൂപത്തിലായിരിക്കും, നമുക്കത് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അടുത്ത തിയറിയിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ തിയറിയാണ് അന്നദരിയ അൽ മഅറഫിയ. മഅറഫിയ ചെറിയ ഒരു തിയറിയാണ്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കാനില്ല, കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കാറില്ല. മഅറഫിയ എന്നുള്ളത് സിലബസിൽ നേരിട്ട് കൊടുക്കാത്തതാണ്. സുലൂക്കിയയും ബന്നായിയുമാണ് സിലബസിലുള്ളത്. എന്നാലും നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക. മഅറഫിയ എന്ന് പറയുന്ന കൊഗ്നിറ്റീവ് തിയറി, അന്നദരിയ അൽ മഅറഫിയ, കൊഗ്നിറ്റീവ് തിയറി. ഈ ഒരു തിയറിയുടെ അണ്ടറിലാണ് ശരിക്കും ബന്നായിയ വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ബന്നായിയയും മഅറഫിയയും തമ്മിൽ ബന്ധമുണ്ട്. മഅറഫിയ തിയറിയുടെ കാര്യങ്ങളാണ് ബന്നായിയ ഫോളോ ചെയ്യുന്നത്. മഅറഫിയ, അന്നദരിയ മഅറഫിയയിൽ നിന്ന് ഉൾത്തിരിഞ്ഞ് വന്ന ഒരു തിയറിയാണ് അന്നദരിയ ബന്നായിയ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി മഅറഫിയയുടെ ആളുകൾ ആരൊക്കെയാണ്? ബ്രൂണർ, പിയാഷെ, സൂഷ്മാൻ, ഒസുബൽ, ഇവരൊക്കെയാണ് മഅറഫിയയുടെ ആളുകൾ. ഇവർ ബന്നായിയയിലും നമ്മൾ ഇവരുടെ പേരുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി മഅറഫിയ എന്താണ്? അഷഖ്സ് യബ്നി അൽ മഅലൂമാത്ത് ദാഖിലിയൻ, ഒരാൾ അറിവ് നിർമ്മിക്കുകയാണ്. അറിവിങ്ങനെ ഇട്ട് കൊടുക്കുകയല്ല, അറിവ് നിർമ്മിക്കുകയാണ്. കൺസ്ട്രക്റ്റീവ് സോൺ നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത്.
ഒരാൾ അറിവ് നിർമ്മിക്കുകയാണ്. എങ്ങനെയാണ്? മുതഅസ്സിറൻ ബിൽ ബീഅ വൽ മുജ്തമിഅ, അവൻ്റെ സമൂഹത്തിൽ നിന്നും അവൻ്റെ ചുറ്റുപാടിൽ നിന്നും സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവൻ സ്വമേധയാ അറിവുകളെ നിർമ്മിക്കുന്നു. തഅല്ലുമു കൈഫിയത്തു തഅല്ലും, ഇവിടെ പഠിക്കുന്നത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, പഠിക്കേണ്ട രൂപം എങ്ങനെയാണ് എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നു. അത്തഅല്ലും ബിൽ ഇഖ്തിറാ, കണ്ടുപിടുത്തങ്ങൾ സ്വന്തമായി കണ്ടുപിടിച്ച് പഠനങ്ങൾ നടത്തുന്നു. അധ്യാപകനിൽ നിന്ന് വിദ്യാർത്ഥി ഇട്ടുകൊടുക്കുന്നതല്ല, സ്വന്തമായിട്ട് കണ്ടുപിടുത്തങ്ങളിലൂടെ വിദ്യാർത്ഥികൾ പോകുന്നു. അത്തഫാഉലു നിദാമി ബൈന ത്വാലിബ് വൽ മുഅല്ലിം, അധ്യാപകൻ ഒരു ഭാഗത്തിരുന്ന് വിദ്യാർത്ഥി വേറൊരു ഭാഗത്തിരിക്കുകയല്ല, അധ്യാപകനും വിദ്യാർത്ഥിയും നല്ല ഇൻട്രാക്ഷൻ നടക്കുന്നു ഈ ഒരു തിയറിയിൽ. ഈ തിയറിയാണ് ആദ്യം വന്നത്, നദിയ മഅറഫിയ. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ബന്നായിയ വന്നിട്ടുള്ളത്. അത്വാലിബ് യത്ലുബുൽ ഇൽമ മിൻ ത്വബീഅത്തിഹി, വിദ്യാർത്ഥി അറിവ് നേടുന്നത് അവൻ്റെ പ്രകൃതിയിൽ നിന്നാണ്, അപ്പോൾ അവൻ്റെ ചുറ്റുപാടിൽ നിന്നുമൊക്കെ അറിവുകൾ നേടുന്നു. അന്നദറിയ മഅറഫിയയുടെ 2 പോയിൻറ്റും കൂടെ മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞു അന്നദറിയ അൽ ബന്നായിയ മബ്നിയുൻ മിൻ ഹാദിഹി നദറിയ, ബന്നായിയ എന്ന തിയറി ഉണ്ടാക്കിയിട്ടുള്ളത് മഅറഫിയയിൽ നിന്നാണ്. ഫിഹ ദൗറുൻ ബാലിഗുൻ ലിത്തഫ്കീർ, ഇവിടെ തഫ്കീർ, ഫഹ്മ്, ഇദ്റാക്ക് ഇതിനൊക്കെ നല്ല പ്രാധാന്യമുണ്ട്. ഒന്നുകൂടെ പറയാം, തഫ്കീർ ചിന്തക്ക് പ്രാധാന്യമുണ്ട്, ഫഹ്മ് മനസ്സിലാക്കിയെടുക്കുന്നതിന് പ്രാധാന്യമുണ്ട്, ഇദ്റാക്ക് മനസ്സിലാക്കുക, അതിനൊക്കെയാണ് ഇവിടെ നല്ല പ്രാധാന്യമുള്ളത്. സുലൂക്കിയ തിയറി വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് മഅറഫിയ തിയറി വന്നിട്ടുള്ളത്. സുലൂക്കിയ എന്ന് പറയുമ്പോൾ അവിടെ വെറും കാണാതെ പഠിക്കലും അറിവ് നേടിയെടുക്കലും റിപ്പീറ്റ് ചെയ്യലും ഒക്കെയാണുള്ളത്. സുലൂക്കിയയിൽ മനസ്സിലാക്കുന്നതിന് പ്രാധാന്യമില്ല. ഇവിടെ ചുറ്റുപാടിലുള്ള ഇടപെടലുകൾ കൊണ്ട് വിദ്യാർത്ഥി മനസ്സിലാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. തഫ്കീറിന് പ്രാധാന്യമുണ്ട്. കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ കൊഗ്നിറ്റീവ്, അവൻ്റെ ഇൻ്റലക്ച്വലാണ്. അവിടെ അക്കലിന് പ്രാധാന്യമുണ്ട്, ചിന്തയ്ക്ക് പ്രാധാന്യമുണ്ട്. കൊഗ്നിഷൻ എന്ന് പറയുന്നത് തന്നെ ചിന്തിച്ചുകൊണ്ടുള്ള പഠന രീതി തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. 3 തിയറികളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അന്നദറിയ സുലൂക്കിയ, ബിഹേവിയറിസമാണ്. 2 അന്നദറിയ അൽ ബന്നായിയ, സോഷ്യൽ കൺസ്ട്രക്റ്റീവിസമാണ്. 3 അന്നദറിയ അൽ മഅറഫിയ, അത് കൊഗ്നിറ്റീവ് തിയറിയാണ്. പല സ്ഥലത്തും ഞാൻ ഫുൾ നെയിമുകൾ കൊടുത്തിട്ടില്ല, പല സ്ഥലത്തും ഇംഗ്ലീഷ് കൊടുത്തിട്ടില്ല. ഇതൊക്കെ ധൃതി പിടിച്ച് ചെയ്തതിൻ്റെ ഒരു പരിണിത ഫലമാണ്. ചില സ്ഥലത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ വന്നേക്കാം. എനിവേ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രാധാന്യത്തോടു കൂടി അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. പരമാവധി ചുരുക്കിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് 2024 നല്ല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സാധാരണ സുലൂക്കിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ മോസിസ് ആരാണ്, അതിൻ്റെ ആളുകൾ ആരാണെന്ന് മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ട്രയൽ എറർ മെത്തേഡ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിക്കാറില്ല. 2023 24 ഒക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിൽ വിശദീകരിച്ച് തന്നെ നമ്മളിത് പഠിക്കണം. 18 ചോദ്യങ്ങളൊക്കെയാണ് 2023 കാസർഗോഡ് കോഴിക്കോട് LPക്ക് ചോദിച്ചത്. 80ൽ 18 ചോദ്യം. അത്രത്തോളം പ്രാധാന്യം ഈ ഒരു വർഷത്തിൽ 24-23 പുതിയ കാലത്ത് ടീച്ചിങ് മെത്തഡോളജിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രാധാന്യത്തോടു കൂടി പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, എങ്ങനെയാണ് ടീച്ചിങ് മെത്തഡോളജിയുടെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. അതേപോലെ ഞാനൊരു ഒരു PDF നോട്ട്, PDF അല്ല, ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ടീച്ചിങ് മെത്തഡോളജിയെക്കുറിച്ച്. അത് വേണോ ഇല്ലയോ എന്നുള്ള കാര്യവും നിങ്ങൾ അറിയിക്കുക. ഒക്കെ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം, തെറ്റുകൾ തിരുത്തി തരണം. ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.